99.9% ലോ ഇല്ല എനിക്ക്. ദർ ഇസ് നോ ലോ. നിങ്ങൾക്ക് ലോ വരണത് എങ്ങനെയാണ്? നിങ്ങളൊരു സംഭവത്തിൽ പരാജിതനായി എന്ന് ഉറപ്പ് വരുത്തുന്നത് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അതിലെനിക്ക് ക്യാൻസർ വന്നു എന്ന് പറയണം, അപ്പോഴും അത് നൈമിഷികമായിരിക്കും. ദെൻ ഐ ലിവ് വിത്ത് ഇറ്റ്. മനസ്സിലായില്ലേ? ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും ലോ ആയതെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് ഹൈപ്പോതൈറോയിഡിസം വന്നപ്പോഴാണ്. ദെൻ ഐ വാസ് തിങ്കിങ്, ബിക്കോസ് അതിൽ ഒരുപാട് കാര്യമുണ്ട്. കാരണം ട്വിൻ പ്രഗ്നൻസി, ഇവൻ ത്രൂ സിസേറിയൻ സെഷൻ, ഞാനും വൈഫും അതിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രീമച്വർ സ്റ്റേജിൽ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ മോൾക്ക് ഇതെന്താ ഇതിന് സൊല്യൂഷൻ ഇല്ല എന്നുള്ള, അതായത് ഡോക്ടർ പറയും നാളെ പറയാമെന്ന്. അതാ പ്രശ്നമായത്. ഇത് ഇന്ന് പറഞ്ഞ് ഇത് എന്ത് പണ്ടാരാണെന്ന് ഇന്ന് പറഞ്ഞു, സോറി കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ചായി എനിക്ക് പറഞ്ഞ കുഴപ്പമില്ല. ഇതിന് ഉത്തരം കിട്ടാണ്ടായപ്പോൾ ഞാൻ പെട്ട്. മറ്റേതൊക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു വഴിയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ, ദാറ്റ് ഈസ് ഓൺലി വൺ ഡേ ഐ വുഡ് സേ പ്രോബബ്ലി ലോ ആയി. പിന്നെ എൻ്റെ ഒരു കസിൻ മരിച്ചു പോയ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അന്നും ഞാൻ കുറച്ച് ലോ ആയി. ഇതല്ലാണ്ട് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഗതിയില്ല. കാരണം ഓക്കെ ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായി, അത് ആ സെക്കൻഡിൽ അടുത്ത സൊല്യൂഷൻ ലുക്ക് ചെയ്യണം. അപ്പോൾ തന്നെ ആലോചിക്കുന്ന കാര്യമുണ്ട്, ഇത് എനിക്ക് മാത്രമല്ലല്ലോ ഒരുപാട് ആളുകൾക്കുണ്ട്. പിന്നെ ഞാൻ അപ്പോൾ തന്നെ വിഷമിച്ചിരിക്കുന്നത്. ദർ ഇസ് നോ സച്ച് എ തിങ്. ഇതുവരെ ഇല്ല. എൻ്റെ തലച്ചോറിൽ ഇപ്പോൾ ഉള്ള ബ്രെയിൻ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഉണ്ടായിട്ടില്ല. നാളെ ഇപ്പം എൻ്റെ അപ്പനും ഇതുപോലത്തെ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അപ്പൻ ഇപ്പോൾ ഭയങ്കര വീക്കാണ്. അപ്പോൾ പുള്ളി, ഞാൻ ഇന്നലെ വയനാട് പോയിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് ഞാൻ കാറിൽ നിന്ന് പെട്ടിയെല്ലാം എടുക്കുമ്പോൾ പപ്പ ഉമ്മറത്ത് വന്നിട്ട് എൻ്റെ നിന്ന് പെട്ടിയൊക്കെ മേടിക്കുക. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ അപ്പം ഇങ്ങനെ ചെയ്യുന്നത്. സോ ഐ തോട്ട് ലൈക്ക് ഹീസ് വീക്ക്. ആക്ച്വലി ഹീസ് നോട്ട് വീക്ക്. നൗ യു ക്യാൻ സീ ദ സിമ്പതി എംപതി കമ്മിങ് ഔട്ട് ഓഫ് മൈ ഡാഡ്. അങ്ങനെ അല്ലായിരുന്നു. സോ മേ ബി ഇവിടെ നിന്ന് ഒരു 15 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കുറച്ച് ലോയ ആവുന്ന സമയങ്ങൾ കൂടി വരാം. ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അങ്ങനെ. ഐ ഫുൾ ഓൺ. സോ ദർ ഈസ് അങ്ങനെ ഒരു ദിവസം തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ചില ദിവസമൊക്കെ ഗോൾഡൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാവും. പക്ഷെ ദെൻ ഞാൻ വേറെ പരിപാടി ചെയ്യും. ഞാൻ അവളെ കൂടുതൽ ടോർച്ചർ ചെയ്യും, ചൊറിയും. ഞാൻ നന്നായിട്ട് എന്തെങ്കിലും പറഞ്ഞു പുള്ളിക്കാരുടെ സകലമാന കുരുമുട്ടും. പുള്ളിക്കാരുടെ കുരുമുട്ടിക്കാൻ എന്നെ വന്ന് മാന്തും, ചെകളയം അടിക്കും. എന്തോരെ പെണ്ണുങ്ങൾ ഉപദ്രവിക്കും. നിങ്ങൾ അങ്ങനെയാണോ? മറ്റേ കഥ പറഞ്ഞ പോലെ ഒരു അടി കിട്ടി എങ്ങനെ ഇരിക്കാന്നറിയോ? ഭയങ്കരമായിട്ട് തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. കുറ്റം മുഴുവൻ ആണുങ്ങൾക്കാന്നേ. അപ്പോൾ ആ ഉപദ്രവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ പുള്ളിക്കാരിക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇപ്പോൾ പ്രിങ്ങോ ഡാഡേ മാറുന്നു, നാലിൽ ഇടിക്കുന്നിട്ടുള്ളൂ എന്ന് പറയും. സോ അതാണ് എൻ്റെ ആ ദിവസത്തെ കുൽസിതം. യു ആസ്ക് മൈ എനി ലൈക്ക് എൻ്റെ ഏത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു, അവർ ആക്ച്വലി റിലാക്സ് ചെയ്യാൻ പക്ഷേ എൻ്റെ വീട്ടിലേക്ക്. പിന്നെ ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ കുറേ വർക്ക്, ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ദിവസമാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ലോ അല്ല, ഞാനതെങ്ങനെ എടുക്കണേന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുകയായിരിക്കും. അപ്പോൾ ആരെങ്കിലും പറയുമ്പോൾ ഞാൻ കേൾക്കാം. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അയ്യോ പുള്ളി എന്തോ മൂഡ് ഓഫ്. ഞാൻ മൂഡ് ഓഫ് അല്ല. ആക്ച്വലി എൻ്റെ തലയിൽ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇന്നത്തെ കണ്ടൻറ്റ് ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ കുളിമുറിലൊക്കെ ഒന്ന് വർത്താനം പറയും ചുമ്മാ. അപ്പോൾ മോൾക്കറിയാം ഡാഡ എന്നാൽ അതാ വീഡിയോ. അപ്പോൾ ഞാൻ ആ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലാതെ